ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുദേവനും തമ്മിലുള്ള സമാഗമത്തിന്റെ അതിനകത്ത് ഒരു രാഷ്ട്രീയവും കാണേണ്ട കാര്യമില്ല. കേരള നവോത്ഥാന ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു അധ്യായമാണ്. അതിന് 100-ാം വർഷമായപ്പോൾ എല്ലാ പാർട്ടിയിൽപ്പെട്ട പ്രമുഖരായ ആളുകളെ വിളിച്ചുകൊണ്ട് സെമിനാർ നടത്താൻ തീരുമാനിച്ചു. അങ്ങനെയാണ് അവരെ വിളിച്ചത്. അതിനകത്ത് ഒരു രാഷ്ട്രീയവും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിന് പങ്കെടുത്ത സൈബർ ഗുണ്ടകൾ നടത്തിയ അക്രമങ്ങൾ അപലപനീയമാണ്. അതൊരിക്കലും പാടില്ലാത്തതാണ്. ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അത് കോൺഗ്രസിന്റെ നേതാവാണ്. അദ്ദേഹത്തിൻ്റെതായ കഴിവുകൾ പലയിടത്തും പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണ്. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ജി സുധാകരന്റെ അഭിപ്രായത്തോട് യോജിപ്പുമില്ല. അദ്ദേഹത്തെ ഇന്ത്യയിലെ ജനങ്ങളും കേരളത്തിലെ ജനങ്ങളും അംഗീകരിച്ചിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റുമാണ്, നേതാവുമാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ പറയാൻ കഴിയും. നമുക്ക് വിശ്വപൗരനുള്ള UN സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച വ്യക്തിയാണ്. പക്ഷെ ജി സുധാകരൻ എപ്പോഴും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അത് ഞങ്ങൾ അവിടെ ഡിസ്പ്യൂട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആ സെമിനാറിൽ എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ പറയാൻ കഴിയും. എവിടുന്ന് ഇലക്ട്രൽ ബോണ്ട് വഴി ഞങ്ങൾ ഏറ്റവും കുറവാണ് സമാഹരിച്ചത്. ഏറ്റവും കൂടുതൽ സമാഹരിച്ചിരിക്കുന്നത് BJP ആണ്. അത് അന്ന് നിയമം മൂലം സ്ഥാപിതമായ ഒരു സാഹചര്യം നിലവിലുള്ളത് കൊണ്ടാണ്. അതെ, അതുകൊണ്ടാണ് അന്ന് നിയമം മൂലം സ്വീകരിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് സ്വീകരിച്ചത്. അല്ലെങ്കിൽ സ്വീകരിക്കില്ലായിരുന്നു. ആശാവർക്കർമാരുടെ സമരം പരിഹരിക്കാൻ മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടണം. അവരെ ഇത്രയും ദിവസമായിട്ട് മുഖ്യമന്ത്രി വിളിച്ചൊരു ചർച്ചയ്ക്ക് വിളിച്ച് അവരുടെ പ്രശ്നം പരിഹരിക്കാതിരിക്കുന്നത് ദൗർഭാഗ്യകരമാണ്. കോൺഗ്രസിന്റെ നിലപാട് ആശാവർക്കർമാരുടെ സമരത്തിന് പൂർണ്ണ പിന്തുണയാണ്. അതിൽ പ്രതിപക്ഷ നേതാവും ഞങ്ങളെല്ലാവരും ആ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ളവരാണ്, ആ സമരത്തോടൊപ്പം നിന്നവരാണ്. അതുകൊണ്ട് തന്നെ ആ സമരം അതിനകത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ആ പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട്. കൂടെ ഉണ്ട്. അവര് അവരുടേതായ മാർഗങ്ങളിലൂടെ സമരങ്ങൾ നടത്തിയിട്ടുമുണ്ട്. ഒരിക്കലും പാടില്ലാത്തതാണ്. അങ്ങനെ അങ്ങനെ ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായ കാര്യം. അതൊക്കെ വേറെ കാര്യം. നമ്മൾ അവരുടെ വളരെ ന്യായമായ ഒരു ആവശ്യമാണ്. പാവപ്പെട്ട ആശാവർക്കർമാർ നടത്തുന്ന ഈ സമരം വളരെ ന്യായമാണ്. ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഈ മയക്കുമരുന്ന് ലോബിയെ അടിച്ച് ആ നെറ്റ്വർക്ക് തകർക്കാനും കഴിയും. ഇച്ഛാശക്തി ഇല്ലാത്തത് കൊണ്ടാണ് ഈ മയക്കുമരുന്ന് ലോബി ഇവിടെ പ്രവർത്തിക്കുന്നത്. പോലീസ് വിചാരിച്ചാൽ 24 മണിക്കൂർ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയും. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് ഓപ്പറേഷൻ കുബേര മുഴുവൻ കൊള്ളപ്പലിശക്കാരെയും നിലയ്ക്ക് നിർത്താൻ കഴിഞ്ഞു. സാമൂഹ്യ വിരുദ്ധന്മാരെ ജയിലിലടയ്ക്കാൻ കഴിഞ്ഞു. ഇന്ന് ഇച്ഛാശക്തി ഇല്ലാത്ത ഒരു ഗവൺമെന്റ് കേരളം ഭരിക്കുന്നതുകൊണ്ടാണ് ഈ ലഹരി മാഫിയയും ഗുണ്ടകളും നാട്ടിൽ അരങ്ങ് തകർക്കുന്നത്. അതിനൊരു ഇച്ഛാശക്തി ഉണ്ടാകണം. പറയാൻ സമയമുണ്ടല്ലോ. നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇതിന്റെ സോഴ്സ് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതാരാണ് ഇവിടെ കൊണ്ടുവന്നത്, എവിടെ നിന്ന് വരുന്നു, അവിടെയാണ് ഏറ്റവും ശക്തമായ മുന്നേറ്റം ഉണ്ടാകേണ്ടത്, അല്ലെങ്കിൽ നടപടികൾ ഉണ്ടാകേണ്ടത്. അല്ലാതെ ഇത് നമുക്ക് നിർത്താൻ ആകാശത്തൂടെ വരുന്നുണ്ട്, കടലിലൂടെ വരുന്നുണ്ട്, അതുപോലെ ട്രെയിനിലൂടെ വരുന്നുണ്ട്. ഇതിനെ ഫലപ്രദമായി ചെക്ക് ചെയ്യാൻ മാത്രമേ കഴിയൂ. അത് കാര്യത്തിൽ കേരള ഗവൺമെന്റ് ഒരു പൂർണ്ണ പരാജയമാണ്. ഞാൻ അതുകൊണ്ടാണ് അസംബ്ലിയിൽ അങ്ങ് സംസാരിച്ചത്.
9 വർഷക്കാലമായി മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത ഒരാളുണ്ട്. എന്തുകൊണ്ട് ഇതിനെ തടയില്ല? എന്നിട്ട് അദ്ദേഹം അവിടെ സാരോപദേശത്തിന് വേണ്ടി എല്ലാവരും ചേർന്ന് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് പ്രമേയം പാസ്സാക്കണം എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥമില്ല. എന്തർത്ഥം? എവരുടെ സോഴ്സ് കണ്ടെത്തി ഇവരെ നേരിടുക എന്നുള്ളതാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്. അത് ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് ഇവരെ സൂചിപ്പിച്ച പോലെ ക്യാമ്പസ്